ഉത്തരാട സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ്. 10 മിനിറ്റ് നമുക്ക് തയ്യാറാക്കാം. ആദ്യമായിട്ട് വേണ്ട നാരങ്ങ, കഴുകുരുമുളക്, ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. ഞാനകത്ത് സാധാ ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് കടുക്, വറ്റൽമുളക് ഇടുക. അതൊന്ന് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടാം. അപ്പം കടുകും പൊട്ടി വരുന്നുണ്ട്, വറ്റൽമുളകും പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പിലയുടെ കൂടെ കുറച്ച് കാന്താരിമുളക് ഇടുക. അത് രണ്ടും ഒന്ന് ചെറുതായിട്ട് വഴറ്റുക. ഒന്ന് ചെറുതായിട്ട് വഴറ്റി വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ ഇടുക. കറുനാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇളക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കുക. നല്ലതായിട്ട് ഒന്ന് വാടി വരണം. ആ ചെറിയ ചൂടിൽ സിമ്മാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1.25 സ്പൂണ് മുളക് പൊടി ഇടുക. ആ മുളക് പൊടി ഇട്ട് ഈ രണ്ടും ഇട്ട് നല്ലതായിട്ട് ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായിട്ട് ഇളകും. ഞാൻ ഒരു സ്പൂണത്തോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കുക. അപ്പം ആ ഒരു നാരങ്ങ നല്ലതായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാവും. ഒത്തിരി ഉടയണ്ട, എന്നാലും ചെറുതായിട്ട് വന്ന രീതിയിൽ. പിന്നെ ആവശ്യത്തിന് ചെറിയൊരു കായം പൊടി ഇടുക. ഒരു പിഞ്ച് ഉലുവപ്പൊടി ഇടുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമ്മളൊരു നുള്ള് ശർക്കര ഇടുന്നു. ചെറിയ 2 പീസ് ശർക്കര ഇടുന്നുണ്ട്. ശർക്കര ഇടുമ്പോഴത്തേക്ക് ആ നാരങ്ങയുടെ മറ്റേ കയ്പ് ടേസ്റ്റ് എല്ലാം മാറി നല്ല രുചിയാവും. അപ്പം അതിന് വേണ്ടിയാണ് ചെറിയ രീതിയിൽ ശർക്കര ഇട്ടേക്കുന്നത്. ശർക്കര ഒന്ന് ഉടക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ചെറിയ തീയിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.